ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് Z plus is a group and H is equal to set 2Z is a subgroup of G. Then find some left cosets and right cosets of H in G. അപ്പോൾ ലെഫ്റ്റ് കോസെറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് AH is equal to set of all AH, H belongs to H. നമുക്ക് കുറച്ച് ലെഫ്റ്റ് കോസെറ്റ്സ് എഴുതാം. ഈ എ എന്ന് പറയുന്നത് ജിയിലുള്ള എലമെൻ്റ് ആണ്. ഇപ്പം ഇവിടെ ജിയുടെ സ്ഥാനത്ത് സെഡും എച്ചിൻ്റെ സ്ഥാനത്ത് 2Z ആണ്. 2Z എന്ന് പറഞ്ഞാൽ ഏതാ? സെറ്റ് ഓഫ് ഓൾ എക്സെട്ര -4, -2, 0, 2, 4 എക്സെട്ര. ഇതാണ് 2Z എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുമ്പോൾ ജിയിലുള്ള ഒരു എലമെൻ്റ് എടുക്കുക. അപ്പോൾ ജിയിലുള്ള ജി എന്ന് പറഞ്ഞാൽ സെഡിലുള്ള ഒരു എലമെൻ്റ് ഞാനൊരു 1 എടുത്തു. 1 ഇവിടെ ഓപ്പറേഷൻ പ്ലസ് ആണ്. സോ ഇവിടുത്തെ ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് 1 + H ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1 + H എന്ന് പറയുമ്പോൾ ഏത് സെറ്റാണ് വരുന്നത്? എച്ചിലുള്ള ഓരോ എലമെന്റ്സ് എക്സെട്ര 1 + -4, 1 + -2, 1 + 0, 1 + 2, 1 + 4 etc. which is equal to set etc. -3, 1, 3, 5 etc. ഇതൊരു ലെഫ്റ്റ് കോസെറ്റ് ആണ്. ഇനി അടുത്തത് 2 + H. 2 + H സെഡിലുള്ള ഒരു എലമെന്റ് 2 എടുത്തു, 2 + H ചെയ്തു, which is equal to set of all 2 + -4, 2 + -2, 2 + 0, 2 + 2, 2 + 4 etc. which is equal to -2, 0, 2, 4, 6 etc. ഇനി കുറച്ച് റൈറ്റ് കോസെറ്റ്സ്. ഇതുപോലെ സെഡിലുള്ള ഓരോ എലമെന്റ്സ് എടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് കോസെറ്റ്സ് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ റൈറ്റ് കോസെറ്റ് ഇവിടെ ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് റൈറ്റ് കോസെറ്റ് എന്ന് പറയുമ്പോൾ H + 1 എന്ന് എഴുതാം, which is equal to set etc. -4 + 1, -4 + 0, -4 + 1, -2 + 1, 0 + 1, 2 + 1 etc. H + 2 is equal to etc. -4 + 2, -2 + 2, 0 + 2 etc. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ലെഫ്റ്റ് കോസെറ്റിൽ കണ്ടുപിടിക്കുന്ന സെയിം സാധനങ്ങൾ തന്നെയല്ല റൈറ്റ് കോസെറ്റിനും വരുന്നത്. നമുക്ക് എന്താ പറയാ, ലെഫ്റ്റ് കോസെറ്റ്സിന്റെ എണ്ണവും റൈറ്റ് കോസെറ്റ്സിന്റെ എണ്ണവും സിമിലർ ആണെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കോസെറ്റ്സ് എഴുതുന്നത്. തന്നിരിക്കുന്ന H അനുസരിച്ച് ജിയിലുള്ള ഓരോ എലമെന്റ്സ് എടുത്തിട്ട് സെറ്റായിട്ട് എഴുതുക ഓപ്പറേഷൻ അനുസരിച്ച്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ A × H ആണ്, അഡീഷൻ ആണെങ്കിൽ A + H ആണ് ലെഫ്റ്റ് കോസെറ്റ് വരിക. ഓക്കെ, ഫൈനൈറ്റ് നോക്കുക. ഫൈനൈറ്റ് സെറ്റ് G എന്ന് പറയുന്നത്
സെറ്റ് 0 1 2 3 അണ്ടർ അഡീഷൻ മോഡുലോ 4 ആണ്. എച്ച് എന്ന് പറയുന്നത് സെറ്റ് 0 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസെറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജിയിലുള്ള ഒരു എലമെൻറ്റ് 0 എടുക്കാം. 0 പ്ലസ് എച്ച്, ഇവിടെ അഡീഷൻ ആയതുകൊണ്ടാണ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്. അപ്പം 0 പ്ലസ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് എച്ചിലുള്ള ഓരോ വാല്യൂസിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുക. അപ്പോൾ 0 പ്ലസ് 0 0 ആണ്. 0 പ്ലസ് 2 2 ആണ്. അപ്പോൾ അതാണ് സെറ്റ്. നെക്സ്റ്റ് ജിയിലെ അടുത്ത എലമെന്റ് 1 നോക്കാം. 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 1 1, 2 പ്ലസ് 1 3. നെക്സ്റ്റ് 2 പ്ലസ് എച്ച് എന്ന് പറയുന്നത് 2 പ്ലസ് 0 2, 2 പ്ലസ് എച്ച് അല്ലേ, 2 പ്ലസ് 0 2, 2 പ്ലസ് 2 4 ആണ്. ഇവിടെ അഡീഷൻ മോഡുലോ 4 ആണ് ഓപ്പറേഷൻ. അതുകൊണ്ട് 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് റിസൾട്ട് ആയിട്ട് എഴുതുക. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അതാണ് ഇവിടെ 0 എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 0 3, 3 പ്ലസ് 2 5 ആണ്. പക്ഷെ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് റിസൾട്ട് ആയിട്ട് എഴുതേണ്ടത്. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അതാണ് ഇവിടെ 1 എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, 1 പ്ലസ് എച്ചും 3 പ്ലസ് എച്ചും സെയിം ആണ്. 2 പ്ലസ് എച്ചും 0 പ്ലസ് എച്ചും സെയിം ആണ്. അപ്പം കോസെറ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് 2 ഉള്ളൂ. അപ്പോൾ 2 എഴുതിയാൽ മതി. Give an example to show that the union of subgroups is not a subgroup. Solution: consider the group Z plus. Z plus എന്ന് പറഞ്ഞാൽ set of all integers under the operation addition. അതൊരു ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ സെഡിൻ്റെ 2 സബ്സെറ്റ്സ് കൺസിഡർ ചെയ്യാം. 2Z-ഉം 3Z-ഉം അണ്ടർ ദ സെയിം ഓപ്പറേഷൻ അഡീഷൻ അവർ ഗ്രൂപ്പാണെന്ന് നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2Z പ്ലസും 3Z പ്ലസും Z പ്ലസിൻ്റെ 2 സബ് ഗ്രൂപ്പ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2Z യൂണിയൻ 3Z അണ്ടർ അഡീഷൻ ഒരു സബ് ഗ്രൂപ്പ് ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ 2Z എലമെൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? എക്സെട്ര -4 -2 0 2 4 എക്സെട്ര 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 3Z എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. എക്സെട്ര -6 -3 0 3 6 എക്സെട്ര. ഇനി 2Z യൂണിയൻ 3Z എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും നോക്കാം. അത് 2Z എലമെൻറ്റ്സും ഉണ്ടാവും 3Z എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ഉണ്ടാവും, മൾട്ടിപ്പിൾസ് ഓഫ് 3 ഉണ്ടാവും. ഇനി 2Z യൂണിയൻ 3Z-ലെ 2 എലമെൻറ്റ്സ് എടുക്കുക. നമുക്കിത് സബ് ഗ്രൂപ്പ് ആണെന്നാണ് കാണിക്കേണ്ടത്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എലമെൻറ്റ്സ് എടുത്തു. 2Z യൂണിയൻ 3Z-ലെ 2 എലമെൻറ്റ്സ് എടുത്ത് 2ഉം 3ഉം. ഓക്കെ, ഇനി 2ഉം 3ഉം ആഡ് ചെയ്യുക. 2 പ്ലസ് 3 5 ആണ്. അപ്പോൾ 2 പ്ലസ് 3 5 എന്ന് പറയുന്നത് 2Z യൂണിയൻ 3Z ഇല്ല. അപ്പോൾ നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി അനുസരിച്ച് ഗ്രൂപ്പിലെ ഏത് 2 എലമെൻറ്റ്സ് എടുത്താലും അവരുടെ ഓപ്പറേഷൻ അനുസരിച്ചുള്ള റിസൾട്ടും ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ്. സോ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ 5 2Z യൂണിയൻ 3Z-ലില്ല. ദെർഫോർ 2Z യൂണിയൻ 3Z എന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? 2Z യൂണിയൻ 3Z സബ് ഗ്രൂപ്പ് അല്ല Z പ്ലസിൻ്റെ. സോ എന്ത് പറയും? യൂണിയൻ ഓഫ് 2 സബ് ഗ്രൂപ്പ്സ് ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഓൾ ദ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് Z6 പ്ലസ് 6. പ്ലസ് 6 എന്ന് പറഞ്ഞാൽ അഡീഷൻ മോഡുലോ 6 എന്നാണ് മീനിങ്. അഡീഷൻ മോഡുലോ എന്ന് പറയുന്ന ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ Z6-ലുള്ള എലമെൻറ്റ്സ്, Zn-ലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് Zn ഇസ് ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്ത് അപ് ടു n-1 വരെയുള്ള എലമെൻറ്റ്സ് ആണ് Zn-ൽ ഉണ്ടായിരിക്കുക.
ഓക്കെ. Zn-ലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2 എക്സെട്ര അപ് ടു n-1. അപ്പോൾ നമുക്കിവിടെ Z6 ആണ് തന്നിരുന്നത്. Z6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 0, 1, 2, 3, 4, 5. ഓക്കെ. അണ്ടർ അഡീഷൻ മോഡിലോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് എഴുതേണ്ടത്. ഇപ്പോൾ A + NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേഷൻ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിമൈൻഡർ ഓഫ് A + B ഡിവൈഡഡ് ബൈ n. എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ +6 ആയതുകൊണ്ട് Z6-ലെ 2 എലമെൻറ്റ്സ് എടുക്കുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്നതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും A + 6B എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 0 ഏതാണെന്ന് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 0 തന്നെയാണ്. സെറ്റ് 0 എന്ന് പറയുന്നത്. സെറ്റ് 0 ഒരു ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 നോക്കാം. സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 1. അടുത്തത് 1 + 6 1, 1 + 6 1 + 6 1, 1 + 6 1 + 6 1 + 6 1 + 6 1, 1 + 6 1 + 6 1 + 6 1 + 6 1, 1 + 6 1 + 6 1 + 6 1 + 6 1 + 6 1. 6 എലമെൻറ്റ്സ് ആണ് വരേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1 + 6 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കിട്ടും. 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ അത് 2 തന്നെയാണ്. നെക്സ്റ്റ് 1 + 6 + 6 1. അപ്പോൾ 1 1 1 മൂന്നും കൂടെ ആഡ് ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. റിമൈൻഡർ 3. നെക്സ്റ്റ് 4 1s കൊണ്ട് ആഡ് ചെയ്യുക. 4 ഡിവൈഡഡ് ബൈ 6 റിമൈൻഡർ 4. നെക്സ്റ്റ് 5 1s കൊണ്ട് ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 6 5/6 റിമൈൻഡർ 5. നെക്സ്റ്റ് 6 1s ഉണ്ട്. 6 1s എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 വരും. 6/6 റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1-ലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 0 1 2 3 4 5. അതായത് Z6 തന്നെയാണ് നമുക്ക് കിട്ടിയത്. Z6-ലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് 1 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അതൊരു ട്രിവിയൽ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2. സെറ്റ് ഓഫ് 2 2 + 6 2 2 + 6 2 + 6 2 2 + 6 2 + 6 2 + 6 2 2 + 6 2 + 6 2 + 6 2 + 6 2 2 + 6 2 + 6 2 + 6 2 + 6 2 + 6 2. ഓക്കെ. അത് ചെയ്യുമ്പോൾ 2 2 തന്നെയാണ്. 2 + 6 2 എന്ന് പറഞ്ഞാൽ 2 2 കൂടി ആഡ് ചെയ്യുക. 4 4നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 4. അടുത്ത ടേം 2 + 2 + 2 6 വരും. 6/6 റിമൈൻഡർ 0 0. അടുത്ത ടേം 2 + 2 + 2 + 2 8 വരും. 8 ഡിവൈഡഡ് ബൈ 6 റിമൈൻഡർ 2. അടുത്തത് 10 വരും. 10 ഡിവൈഡഡ് ബൈ 6 റിമൈൻഡർ 4. നെക്സ്റ്റ് 12 വരും. 12 ഡിവൈഡഡ് ബൈ 6 റിമൈൻഡർ 0. അപ്പം നമുക്ക് സെറ്റ് കിട്ടുന്നത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 കിട്ടുന്ന ഏതാ? 2 4 0 ആണ്. Z6 നമുക്ക് കിട്ടുന്നില്ല. സോ ഇതൊരു നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്. നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്. നെക്സ്റ്റ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 നോക്കാം. 3 3 + 6 3 എക്സെട്ര നോക്കുക. 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. 6/6 റിമൈൻഡർ 0. 9 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടും. 12 റിമൈൻഡർ 0 കിട്ടും. 15 റിമൈൻഡർ 3 കിട്ടും. 18 റിമൈൻഡർ 0 കിട്ടും. സോ സെറ്റ് 3 0 നോൺ ട്രിവിയൽ. നെക്സ്റ്റ് 4
4 4 8, 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 0 4 2. അപ്പം 4 2 0 കിട്ടും, നോൺ ട്രിവിയൽ. നെക്സ്റ്റ് 5 5 plus 6 5, 5 plus 6 5 plus 6 5, etc. which is equal to 5 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 5 വരും. 5 5 10, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 വരും റിമൈൻഡർ. 5 5 10 5 15, 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 12 പോയി ബാക്കി 3 റിമൈൻഡർ വരും. 20 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 പോയി ബാക്കി 2 ഉണ്ട്. 25 25നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 പോയി ബാക്കി റിമൈൻഡർ 1 ഉണ്ട്. 30 റിമൈൻഡർ 0. സോ അത് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് 5 എന്ന് പറയുന്നത് 5 കൊണ്ട് നമുക്ക് Z6നെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. സോ അതൊരു ട്രിവിയലാണ്. Therefore, non-trivial subgroups of R എന്ന് പറയുന്നത് set 2 4 0, set 3 0, set 4 2 0. ആൻഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് 1ഉം 5ഉം ആണ്. 1ഉം 5ഉം യൂസ് ചെയ്ത് Z6നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 1ഉം 5ഉം ആണ് ജനറേറ്റേഴ്സ് ഓഫ് ദിസ് Z6 plus 6. Next question. Determine whether H is equal to 0 5 0, K is equal to 0, set 0 4 8 12 are subgroup of Z15 plus 15. Z15 വരുന്ന എലമെൻറ്റ്സ് 0 മുതൽ 15 വരെ ഉണ്ട്, 0 മുതൽ 14 വരെ ഉണ്ട്. പ്ലസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z15ലുള്ള 2 എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്തിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് റിസൾട്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എച്ചിൻ്റെ നോക്കാം. എച്ചിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കുക 0 5 0 0 5 0. അതൊരു സബ് ഗ്രൂപ്പ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 0 5 0 എഴുതി, 0 5 0 എഴുതി, ഓപ്പറേഷൻ എഴുതി. ഇനി 0 0 പേര് 0 0 എടുക്കുക. 0 0 എന്ന് പറയുന്ന പേരെടുക്കുക. 0യും 0യും കൂടി ആഡ് ചെയ്യുക, നമുക്ക് 0 കിട്ടും. 0നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 0 വരും. നെക്സ്റ്റ് 0 5, 0വും 5ഉം കൂടി ആഡ് ചെയ്യുക, 5 കിട്ടും. 5നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 വരും. നെക്സ്റ്റ് 0 10, 0യും 10ഉം കൂടി ആഡ് ചെയ്യുക, 10 കിട്ടും. 10നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 10 കിട്ടും. നെക്സ്റ്റ് 5 0, 5 by 15, റിമൈൻഡർ 5, 5 5, 10 by 15, റിമൈൻഡർ 10, 5 10, 15 by 15, റിമൈൻഡർ 0, 10 0, റിമൈൻഡർ 10, 10 5, റിമൈൻഡർ 0, 10 10, 20 divided by 15, റിമൈൻഡർ 5. ഇനി സബ് ഗ്രൂപ്പ് ആണോ നോക്കാം. ഫസ്റ്റ് ക്ലോസ്ഡ് ആണോ നോക്കാം. ക്ലോസ്ഡ് ആണോ നോക്കാൻ സെറ്റിലുള്ള എച്ചിലുള്ള 2 എലമെൻറ്റ്സ് എടുക്കുക. എച്ചിലുള്ള 2 എലമെൻറ്റ്സ് ഞാൻ 0യും 5ഉം എടുത്തു. അപ്പോൾ 0 + 15 5, വിച്ച് ഈസ് ഈക്വൽ ടു 0 + 15 5 എന്താ 0 + 15 5 എന്ന് പറയുന്നത് 5 ആണ്. അത് എച്ചിലുള്ള എലമെൻ്റ് ആണ്. സോ എച്ച് ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് നോക്കുക. 0യുടെ കോളം നോക്കുക, 0യുടെ റോ നോക്കുക. 0യുടെ റോയിൽ 0 ഐഡൻറ്റിറ്റി എലമെൻറ്റ് എവിടെയാണ് വരുന്നത് നോക്കുക. 0യിലാണ് വരുന്നത്, 0യ്ക്ക് നേരെയാണ് വരുന്നത്. സോ 0യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് 5ൻ്റെ ഇൻവേഴ്സ് ഉണ്ടോ നോക്കാം. ഐഡൻറ്റിറ്റി 5ൻ്റെ റോയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 വരുന്നത് 10ൻ്റെ നേരെയാണ്. സോ 5 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ് 10ൻ്റെ റോ നോക്കുക. 0 വരുന്നത് 5ൻ്റെ നേരെയാണ്. സോ 10 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്. ദർഫോർ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. ഇനി നമുക്ക് കെയുടെ നോക്കാം. കെയിലുള്ള എലമെൻറ്റ്സ് 0 4 8 12, 0 4 8 12 പ്ലസ് 15, 0 0 0, 0 4 4 by 15, റിമൈൻഡർ 4, 0 8 8 by 15, റിമൈൻഡർ 8, 0 12 12 by 15, റിമൈൻഡർ 12, 4 0, റിമൈൻഡർ 4 4 4, റിമൈൻഡർ 8,
4, 8, remainder 12, 4, 12, remainder 1. 4ഉം 12ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 16 കിട്ടും. 16നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. നെക്സ്റ്റ് 8, 0, റിമൈൻഡർ 8, 8, 4, റിമൈൻഡർ 12, 8, 8, റിമൈൻഡർ 1, 8, 12, റിമൈൻഡർ 5. 8, 12, 12ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ 20 വരും. 20നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 വരും. ഓക്കെ, നെക്സ്റ്റ് 12, 0, 12, 12, 4ഉം 16 ഡിവൈഡഡ് ബൈ 15, റിമൈൻഡർ 1 വരും. 12ഉം 8ഉം 20 ഡിവൈഡിങ് ബൈ 15, റിമൈൻഡർ 5 വരും. 12, 12ഉം 24 ഡിവൈഡിങ് ബൈ 15, റിമൈൻഡർ 9 വരും. ഇനി ഇത് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം. 2 എലമെൻറ്റ്സ് എടുത്ത് 4ഉം 12ഉം എടുത്ത് കെയിലുള്ള 2 എലമെൻറ്റ്സ് 4 + 15, 12 എന്ന് പറയുന്നത് 1 ആണ്. 1 കെയിലുള്ള എലമെൻ്റ് അല്ല, അതുകൊണ്ട് കെ ക്ലോസ്ഡ് അല്ല. Therefore K is not a subgroup. Next, find the generators of Z4 plus 4. Generators of Zn is equal to set 0, 1, 2, etc. up to n minus 1, that are set 0, 1, etc. up to n minus 1 relatively prime to n. അതായത് എന്നിൻ്റെയും ആ ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെയും GCD എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം. Z4ലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? സെറ്റ് 0, 1, 2, 3. അപ്പം GCD ഓഫ് 4, 1 നോക്കാം. GCD ഓഫ് 4, 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. GCD ഓഫ് 4, 2 എന്ന് പറയുന്നത് 2 ആണ്. GCD ഓഫ് 4, 3 എന്ന് പറയുന്നത് 1 ആണ്. Therefore 1ഉം 3ഉം ആണ് ഇതിൻ്റെ ജനറേറ്റേഴ്സ്. GCD എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ? 4, 1 കോമൺ മൾട്ടിപ്പിൾ ആരാ? 1 മാത്രമല്ലേ ഉള്ളൂ. 4, 1. അപ്പോൾ ഇതാണ് GCD എന്ന് പറയുന്നത്. ഓക്കെ, GCD ഓഫ് 4, 2 നോക്കാം. കോമൺ മൾട്ടിപ്പിൾ ആരാ? കോമൺ ഡിവൈസർ 4നെ കോമൺ മൾട്ടിപ്പിൾ അല്ല, കോമൺ ഡിവൈസർ. ഓക്കെ, 4നെ 2 ഡിവൈഡ് ചെയ്യും അല്ലേ? എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2നെ 2 ഡിവൈഡ് ചെയ്യും 1 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ GCD എന്ന് പറയുന്നത് 2 ആണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. സോ GCD ഓഫ് 4, 1 നമുക്ക് 1 ആണ് കിട്ടിയത്. GCD ഓഫ് 4, 2 എന്ന് പറയുന്നത് 2 ആണ്. GCD ഓഫ് 4, 3 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് 4നെ 3നെ ഡിവൈഡ് ചെയ്യുന്നത് 1 മാത്രമേ ഉള്ളൂ. സോ GCD ഓഫ് NA ഈക്വൽ ടു 1 വരുന്ന A's ആണ് എന്തിൻ്റെ? ZNൻ്റെ ജനറേറ്റേഴ്സ് ആയിട്ട് വരുള്ളൂ. സോ ഇവിടെ 1ഉം 3ഉം ആണ് Z4ൻ്റെ ജനറേറ്റേഴ്സ്. സോ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 is equal to 1, set 1, 1 plus 4, 1, 1 plus 4, 1 plus 4, 1, 1 plus 4, 1 plus 4, 1 plus 4, 1. Okay, that is set 1, 1 plus 4, 1 എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 2. 1, 3, 3/4 റിമൈൻഡർ 3. 1 plus 1 plus 1 plus 1, 4 divided by 4 remainder 0. So the trivial ആണ്. Next cyclic subgroup generated by 3 is equal to set 3, 3 plus 4, 3 etc. which is equal to set 3/4 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 3 ആണ്. 6/4 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 2 ആണ്. 9/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ്. 12/4 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ്. സോ Z4ലുള്ള എലമെൻറ്റ്സിനെ 3 എന്ന് പറയുന്ന എലമെൻറ്റ് ജനറേറ്റ് ചെയ്തു. അതുകൊണ്ട് അതൊരു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 എന്ന് പറയുന്നത് ഒരു ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 0 എന്ന് പറയുന്നത് ഒരു ഓൾറെഡി ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് അടുത്ത എലമെൻ്റ് ഉള്ളത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 2, 0 എന്ന് കിട്ടും. അത് നോൺ ട്രിവിയൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
consider G is equal to set 1a square a cube and H is equal to set 1a square is a subgroup of G under multiplication. Find all cosets of H in G. നമുക്കൊരു ജിയും തന്നിട്ടുണ്ട്, ഒരു എച്ചും തന്നിട്ടുണ്ട്. എച്ച് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എച്ചിൻ്റെ എല്ലാ കോസെറ്റ്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ജിയിലുള്ള ഓരോ എലമെൻ്റ് എടുത്തിട്ട് എച്ചിലുള്ള എലമെൻസുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ഓപ്പറേഷൻ തന്നിരിക്കുന്നത്. സോ 1h is equal to set 1 into 1 1 into a square which is equal to set 1 a square. അടുത്ത ജിയിലെ എലമെൻറ്റ് എ ആണ്. സോ AH കോസെറ്റ് AH is equal to set a into 1 a into a square which is equal to a cube. നെക്സ്റ്റ് അടുത്ത ജിയിലെ എലമെൻറ്റ് എ സ്ക്വയർ ആണ്. സോ a square h is equal to set a square into 1 a square into a square which is equal to set a square a raised to 4 which is equal to set a square 1. കാരണം ജി സൈക്ലിക് ആണ്, ഓർഡർ ഓഫ് ജി 4 ആണ്, ജിയിലുള്ള എലമെൻസിൻ്റെ എണ്ണം. സോ ഓർഡർ ഓഫ് ജി 4 ആണ്. അങ്ങനെയെങ്കിൽ എ റേസ് ടു 4 ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരണം. സോ മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. സോ എ റേസ് ടു 4 ഇസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ജിയിലുള്ള അടുത്ത എലമെൻറ്റ് എ ക്യൂബ്. എ ക്യൂബ് എച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് എ ക്യൂബ് ഇൻറ്റു 1 എ ക്യൂബ് ഇൻറ്റു എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് എ ക്യൂബ് എ റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു 4 ഇൻറ്റു എ ആണ്. എ റേസ് ടു 4 1 ആണ്. സോ 1 ഇൻറ്റു എ. Next question, if R is the additive group of real numbers and R star is a multiplicative group of real numbers, prove that f from R to R star defined by f of x equal to a raised to x is an isomorphism. ഒരു ഫംഗ്ഷൻ ഐസോമോർഫിസം ആണെന്ന്, ഗ്രൂപ്പ് ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഹോമോമോർഫിക് ആണെന്ന്, ഹോമോമോർഫിസം ആണെന്ന്, ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. അതിനുശേഷം ആ ഹോമോമോർഫിസം 1 to 1 ആണെന്നും ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോഴാണത് ഐസോമോർഫിക് ആകത്തുള്ളൂ. സോ ആദ്യം നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എഫ് ഒരു ഹോമോമോർഫിസം ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണം. So consider f of a plus b. f of a plus b is equal to definition f of x in the definition അനുസരിച്ച് it is equal to a raised to a plus b which is equal to a raised to a into a raised to b. It is equal to f of a into f of b by definition of function. Therefore f is a homomorphism. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f ഒരു ഐസോമോർഫിസം ആണെന്നാണ്. ഐസോമോർഫിസത്തിന് എന്ത് വേണം? ഈ ഹോമോമോർഫിസം 1 to 1 and on to ആവണം. So to prove f is 1 to 1, let f of a equal to f of b. That is e raised to a is equal to e raised to b. Consider log e raised to a is equal to log e raised to b. That is a is equal to b. Hence f is 1 to 1. To prove f is onto, let y belongs to r star. Then f of x equal to y. That is y is equal to f of x, which implies y is equal to e raised to x. Log y is equal to x. Therefore, log y is equal to x which belongs to r. Therefore, f is onto. Hence, f is an isomorphism. Question, consider the group z plus z plus multiplication where z plus is the set of all positive integers. Check whether the function defined by f of n equal to 3 raised to n is an isomorphism. So നമുക്ക് ആദ്യം തന്നെ ഇത് ഹോമോമോർഫിസം ആണോ നോക്കണം. f of a plus b equal to by definition 3 raised to a plus b which is equal to 3 raised to a into 3 raised to b which is equal to f of a into f of b. So f is a homomorphism. ഇനി ഇത് ഐസോമോർഫിസം ആണോ നോക്കണം. അതിന് 1 to 1 ആണോന്ന് ഓൺ ടു ആണോന്ന് നോക്കണം. ടു പ്രൂവ് എഫ് ഈസ് 1 to 1, ലെറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. 3 raised to a equal to 3 raised to b. Therefore a equal to b. f is 1 to 1. ഓക്കെ, അതായത് ഫസ്റ്റ് സെറ്റിലുള്ള 1 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 raised to 1 3 ഉണ്ടാവും. 2 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എടുത്താൽ
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3⁻1 ഉണ്ടാവും. 2 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3⁻2 ഉണ്ടാവും. 3 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3⁻3 ഉണ്ടാവും, എക്സെട്ര. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു കറസ്പോണ്ടിങ് യുണീക്ക് ഇമേജ് ബിയിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് 1 to 1 എന്ന് പറയാം. നെക്സ്റ്റ്, ടു പ്രൂവ് എഫ് ഈസ് ഓൺ ടു, ലെറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു 3⁻a, y ഈസ് ഈക്വൽ ടു 3⁻x. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഓൺ ടുവിൻ്റെ ഇതിനനുസരിച്ച് ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് എയിലുണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബിയിലുള്ള 3² 3³ ഇതിനുള്ള ഓരോ പ്രീ ഇമേജസ് ഉണ്ട്. പക്ഷേ ഈ 3ക്ക് മുന്നേ ഉള്ള 1നും 2നും ഇവിടെ എയിൽ ഇമേജ് ഇല്ല. അതുപോലെ 3ക്കും 3² ഇടയിലുള്ള എലമെൻറ്റ്സിന് എയിൽ ഇമേജസ് ഇല്ല, പ്രീ ഇമേജസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും എയിൽ പ്രീ ഇമേജസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. ഇതിൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമെയിനും സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് നോട്ട് ഓൺ ടു ആണ്. നമുക്ക് സെറ്റ് ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും സെറ്റ് എയിലെ പ്രീ ഇമേജസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു അല്ല. ദെർഫോർ എഫ് ഈസ് നോട്ട് ആൻ ഐസോമോർഫിസം.